ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക. സ്വർണ്ണപ്പാളി വിവാദവും ചീറ്റിപ്പോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയത് വിവാദമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളി സ്ഥാപിക്കുക. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. അടുത്ത മാസം നട തുറക്കുമ്പോൾ ശ്രീകോവിലിന്റെ വാതിലിലും അറ്റകുറ്റപ്പണികൾ നടത്തും. ഹൈക്കോടതിയോട് കൂടി അനുമതി വാങ്ങിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. സ്വർണ്ണപ്പാളിക്ക് തൂക്കം കുറഞ്ഞത് വിചിത്രവാദമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്ന് പറയുന്നത് പോലെ ആ വിവാദവും ചീറ്റിപ്പോയി. എന്തുപറ്റി? ഞങ്ങളുടെ SP അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. SP അവിടെ പോയി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. SP പറഞ്ഞത് കൃത്യമായ മാനുവൽ പ്രകാരമുള്ള സകല പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ വരുന്നത് എന്താ, 2019 എന്തോ ഒരു പ്രശ്നമാണ്. അത് പീഠം വന്നു, തൂക്കം കുറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ വിചിത്രമായ വാദങ്ങളാണ്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതെന്നും PS പ്രശാന്ത് ആവർത്തിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ വൈകിയതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.